നെക്സ്റ്റ് സ്യൂഡോ പ്രൈംസ് ടു ദി ബേസ് എ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്യൂഡോ പ്രൈംസ് എന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾസും എല്ലാം പഠിച്ചു. 2n കോൺഗ്രുവൻറ്റ് ടു 2 മോഡ്ലോ n ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള കോമ്പോസിറ്റ് നമ്പേഴ്സുകളെയാണ് സ്യൂഡോ പ്രൈംസ് എന്ന് വിളിക്കുന്നത്. അവിടെ ബേസ് 2 ആയിരുന്നു. ഇനി നമുക്ക് സ്യൂഡോ പ്രൈംസിൻ്റെ ജനറലൈസേഷൻ പഠിക്കാം. a⁻n കോൺഗ്രുവൻറ്റ് ടു a മോഡ്ലോ n ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കോമ്പോസിറ്റ് നമ്പേഴ്സുകളെയാണ് സ്യൂഡോ പ്രൈംസ് ടു ദി ബേസ് എ എന്ന് വിളിക്കുന്നത്. ബേസ് a = 2 ആകുമ്പോൾ 2n കോൺഗ്രുവൻറ്റ് ടു 2 മോഡ്ലോ n ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നുകളെയാണ് സ്യൂഡോ പ്രൈംസ് എന്ന് വിളിക്കുന്നത്. അതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. ബേസ് 3യിലുള്ള സ്മോളസ്റ്റ് സ്യൂഡോ പ്രൈം 91 ആണ്. ബേസ് 5ലുള്ള സ്മോളസ്റ്റ് സ്യൂഡോ പ്രൈം 217 ആണ്. ബേസ് 2ലുള്ള ഇൻഫൈനറ്റ്ലി മെനി സ്യൂഡോ പ്രൈംസ് എക്സിസ്റ്റ് ചെയ്യുന്നത് പോലെ ബേസ് ഏത് തന്നെയായാലും ആ ബേസിലുള്ള ഇൻഫൈനറ്റ്ലി മെനി സ്യൂഡോ പ്രൈംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എന്നിനെ അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈം അതല്ലെങ്കിൽ കാർമൈക്കൽ നമ്പർ എന്ന് വിളിക്കണമെങ്കിൽ ആ നമ്പറിനോട് റിലേറ്റീവ്ലി പ്രൈമായിട്ടുള്ള ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ എ ചൂസ് ചെയ്താലും എ ബേസ് ആയിട്ട് വരുന്ന ഒരു സ്യൂഡോ പ്രൈം ആയിരിക്കണം n. അതായത് a⁻n കോൺഗ്രുവൻറ്റ് ടു a മോഡ്ലോ n ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എ റിലേറ്റീവ്ലി പ്രൈം ടു n. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള കോമ്പോസിറ്റ് നമ്പേഴ്സിനെയാണ് അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈംസ് എന്ന് വിളിക്കുന്നത്. സ്മോളസ്റ്റ് അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈം 561 ആണ്. ആ നമ്പറിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ എ ചൂസ് ചെയ്താലും a⁻561 കോൺഗ്രുവൻറ്റ് ടു a മോഡ്ലോ 561 ആയിരിക്കും. അത് നമ്മൾ പിന്നീട് പ്രൂവ് ചെയ്യും. ഈ നമ്പറിന് 3 പ്രൈം ഫാക്ടേഴ്സ് ഉണ്ട്. 561 = 3 × 11 × 17 ആണ്. 3 പ്രൈം ഫാക്ടേഴ്സ് ഉള്ള മറ്റ് ചില അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈംസ് ആണ് 1105 which is equal to 5 × 13 × 17, 2821 which is equal to 7 × 13 × 31, then 15841 which is equal to 7 × 31 × 73 etc. നമുക്ക് 561 ഒരു അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈം ആണെന്ന് പ്രൂവ് ചെയ്യാം. 561നെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തുമ്പോൾ 561 = 3 × 11 × 17 എന്ന് കിട്ടും. സോ 561 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. ദെൻ നമുക്കിനി പ്രൂവ് ചെയ്യുവാനുള്ളത് 561നോട് റിലേറ്റീവ്ലി പ്രൈമായ ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ എ ചൂസ് ചെയ്താലും a⁻561 കോൺഗ്രുവൻറ്റ് ടു a മോഡ്ലോ 561 ആയിരിക്കും എന്നാണ്. അത് പ്രൂവ് ചെയ്യുവാൻ വേണ്ടി 561നോട് റിലേറ്റീവ്ലി പ്രൈമായ ആർബിട്രറി പോസിറ്റീവ് ഇൻറ്റിജർ എ ചൂസ് ചെയ്യുക. ദെൻ GCD ഓഫ് 561, a = 1 ആയിരിക്കും. സോ 561ൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിലുള്ള ഓരോ പ്രൈംസിനോടും ഈ പോസിറ്റീവ് ഇൻറ്റിജർ എ റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. ദാറ്റ് ഈസ് GCD ഓഫ് 3, a = 1, GCD ഓഫ് 11, a = 1 ആൻഡ് GCD ഓഫ് 17, a = 1. GCD ഓഫ് 3, a = 1 3 ഒരു പ്രൈം നമ്പറും ആയതുകൊണ്ട് ഫെർമാസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ a² ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ്ലോ 3 എന്ന് കിട്ടും. ദെൻ നമുക്കറിയാം a കോൺഗ്രുവൻറ്റ് ടു b മോഡ്ലോ n ആണെങ്കിൽ ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ k a⁻k ഈസ് കോൺഗ്രുവൻറ്റ് ടു b⁻k മോഡ്ലോ n ആണെന്ന്. ഇവിടെ a² കോൺഗ്രുവൻറ്റ് ടു 1 മോഡ്ലോ 3 ആയതുകൊണ്ട് a⁻2 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1⁻280 മോഡ്ലോ 3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് a⁻560 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ്ലോ 3. അതിൽ നിന്നും a⁻560 - 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. സിമിലർലി GCD ഓഫ് 11, a = 1 11 ഒരു പ്രൈം നമ്പറും ആയതുകൊണ്ട് ഫെർമാസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ a⁻10 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ്ലോ 11 എന്ന് കിട്ടും. അതിൽ നിന്നും a⁻10⁻56 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1⁻56 മോഡ്ലോ 11 എന്ന് കിട്ടും. ദാറ്റ് ഈസ് a⁻560 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ്ലോ 11. അതിൽ നിന്നും a⁻560 - 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 11 എന്നും കിട്ടും. ഇതുപോലെ GCD ഓഫ് 17, a = 1 17 ഒരു പ്രൈം നമ്പറും ആയതുകൊണ്ട് a⁻16 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ്ലോ 17 എന്നും അതിൽ നിന്നും a⁻560 കോൺഗ്രുവൻറ്റ് ടു 1 മോഡ്ലോ 17 എന്നും കിട്ടും. സോ a⁻560 - 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 17. ഹെൻസ് a⁻560 - 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. a⁻560 - 1 is a multiple of 11 and a⁻560 - 1 is a multiple of 17. 3ഉം 11ഉം 17ഉം റിലേറ്റീവ്ലി പ്രൈം ടു ഈച്ച് അതർ ആയതുകൊണ്ട്
ഇതിൽ നിന്നും എ റേസ് ടു 560 മൈനസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ഇൻറ്റു 11 ഇൻറ്റു 17 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ റേസ് ടു 560 മൈനസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 561 which implies a raised to 560 is congruent to 1 modulo 561. That is a raised to 560 is congruent to 1 modulo 561 for any positive integer a relatively prime to 561. ഈ കോൺഗ്രുവൻസിൻ്റെ രണ്ട് സൈഡും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ റേസ് ടു 561 കോൺഗ്രുവൻറ്റ് ടു എ മോഡുലോ 561 എന്ന് കിട്ടും. ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എ റിലേറ്റീവ്ലി പ്രൈം ടു 561. ഇത് 561 absolute pseudo prime ആവാനുള്ള കണ്ടീഷനാണ്. therefore 561 is an absolute pseudo prime. then ഒരു കോമ്പോസിറ്റ് നമ്പർ n സ്ക്വയർ ഫ്രീ ആണെന്ന് പറയണമെങ്കിൽ ആ നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിലുള്ള ഓരോ പ്രൈം നമ്പേഴ്സും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. അതായത് ഏതെങ്കിലും ഒരു പ്രൈം നമ്പറിൻ്റെ സ്ക്വയർ എന്നിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കരുത്. ഫോർ എക്സാമ്പിൾ 15 ഒരു കോമ്പോസിറ്റ് സ്ക്വയർ ഫ്രീ നമ്പറാണ്. കാരണം ആ നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിലുള്ള പ്രൈംസ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. 15 ഈക്വൽ ടു 3 ഇൻറ്റു 5. ബട്ട് 18 ഒരു കോമ്പോസിറ്റ് സ്ക്വയർ ഫ്രീ നമ്പർ അല്ല. കാരണം 18 ഈക്വൽ ടു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ്. ഇവിടെ 3 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 3 സ്ക്വയർ 18ൻ്റെ ഒരു ഫാക്ടറാണ്. സോ 18 സ്ക്വയർ ഫ്രീ അല്ല. ദെൻ ഒരു കോമ്പോസിറ്റ് സ്ക്വയർ ഫ്രീ നമ്പർ അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈം ആവാനുള്ള കണ്ടീഷനാണ് നെക്സ്റ്റ് തിയറത്തിൽ പറയുന്നത്. തിയറം 2. let n be a composite square free integer, say n equal to p1 into p2 into etc into pr, where the pi's are distinct primes. If pi minus 1 divides n minus 1 for I equal to 1, 2, 3 up to r, then n is an absolute pseudo prime. n ഒരു കോമ്പോസിറ്റ് സ്ക്വയർ ഫ്രീ നമ്പർ ആണെന്ന് വിചാരിക്കുക. ആ നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഇതുപോലെയാണെന്നും അസ്യൂം ചെയ്യുക. n equal to p1 into p2 into etc into pr, where the pi's are distinct primes. then എല്ലാ pi minus 1കളും n minus 1ൻ്റെ ഫാക്ടേഴ്സ് ആണെങ്കിൽ n ഒരു അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈം ആയിരിക്കും എന്നാണ് ഈ തിയറത്തിൽ പറയുന്നത്. നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്യാം. അതിനുവേണ്ടി എന്നിനോട് റിലേറ്റീവ്ലി പ്രൈമായ ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എ ചൂസ് ചെയ്യുക. ഇവിടെ n ഈക്വൽ ടു p1 ഇൻറ്റു p2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു pr എന്ന് തന്നിട്ടുണ്ട്. GCD ഓഫ് n കോമ എ ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഫോർ ഈച്ച് ഐ GCD ഓഫ് പി ഐ കോമ എയും 1 ആയിരിക്കും. ഈച്ച് പി ഐ പ്രൈമും റിലേറ്റീവ്ലി പ്രൈം ടു എയും ആയതുകൊണ്ട് ഫെർമാസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എ റേസ് ടു പി ഐ മൈനസ് 1 കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ പി ഐ ഫോർ ഈച്ച് ഐ ഈക്വൽ ടു 1, 2, 3 അപ് ടു ആർ എന്ന് കിട്ടും. ഇവിടെ തന്നിട്ടുണ്ട് പി ഐ മൈനസ് 1 ഡിവൈഡ്സ് n മൈനസ് 1 ഫോർ ഈച്ച് ഐ ഈക്വൽ ടു 1, 2, 3 അപ് ടു ആർ. therefore n minus 1 equal to ki into pi minus 1 for some integer ki I equal to 1, 2, 3 up to r. then a raised to n minus 1 equal to a raised to ki into pi minus 1. a raised to pi minus 1 congruent to 1 modulo pi ആയതുകൊണ്ട് a raised to ki into pi minus 1 congruent to 1 raised to ki modulo pi എന്ന് കിട്ടും. that is a raised to n minus 1 congruent to 1 modulo pi for each I equal to 1, 2, 3 up to r. രണ്ട് സൈഡും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ റേസ് ടു എൻ കോൺഗ്രുവൻറ്റ് ടു എ മോഡുലോ പി ഐ ഫോർ ഈച്ച് ഐ ഈക്വൽ ടു 1, 2, 3 അപ് ടു ആർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് പി ഐ ഡിവൈഡ്സ് എ റേസ് ടു എൻ മൈനസ് എ ഫോർ ഈച്ച് ഐ ഈക്വൽ ടു 1, 2, 3 അപ് ടു ആർ. p1, p2 എക്സെട്ര പി ആർ ഇവയെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് പി ഐ ഡിവൈഡ്സ് എ റേസ് ടു എൻ മൈനസ് എ ഫോർ ഈച്ച് ഐ ഈക്വൽ ടു 1, 2, 3 അപ് ടു ആർ എന്നുള്ളതിൽ നിന്നും p1 into p2 into etc into pr divides a raised to n minus a എന്ന് കിട്ടും. that is n divides a raised to n minus a, which implies a raised to n is congruent to a modulo n. therefore a raised to n is congruent to a modulo n for all positive integers a relatively prime to p. hence n is an absolute pseudo prime. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. then ഒരു ക്വസ്റ്റ്യൻ ആണ് ഷോ ദാറ്റ് 1105 ഈസ് എൻ അബ്സല്യൂട്ട് സ്യൂഡോ പ്രൈം. അത് പ്രൂവ് ചെയ്യുവാൻ വേണ്ടി ആ നമ്പർ ഒരു കോമ്പോസിറ്റ് നമ്പർ ആണെന്നും ആ നമ്പറിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ എ ചൂസ് ചെയ്താലും എ റേസ് ടു 1105 ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡുലോ 1105 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ആദ്യം 1105നെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 13 ഇൻറ്റു 17. സോ ആ നമ്പർ ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. ഇനി 1105നോട് റിലേറ്റീവ്ലി പ്രൈമായ ആർബിട്രറി പോസിറ്റീവ് ഇൻറ്റിജർ എ ചൂസ് ചെയ്യുക.
ദെൻ ജി സി ഡി ഓഫ് 1105, എ ഈക്വൽ ടു 1 ആയിരിക്കും. സോ 1105ൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിലുള്ള ഓരോ പ്രൈംസിനോടും ഈ പോസിറ്റീവ് ഇൻറ്റിജർ എ റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. ദാറ്റ് ഈസ് ജി സി ഡി ഓഫ് 5, എ ഈക്വൽ ടു 1, ജി സി ഡി ഓഫ് 13, എ ഈക്വൽ ടു 1 ആൻഡ് ജി സി ഡി ഓഫ് 17, എ ഈക്വൽ ടു 1. ജി സി ഡി ഓഫ് 5, എ ഈക്വൽ ടു 1 ആയതുകൊണ്ടും 5 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ടും ഫെർമാസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എ റേസ് ടു 4 കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 5 എന്ന് കിട്ടും. ദെൻ നമുക്കറിയാം എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡുലോ n ആണെങ്കിൽ ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ കെ എ റേസ് ടു കെ ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി റേസ് ടു കെ മോഡുലോ n ആണെന്ന്. സോ എ റേസ് ടു 4 കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 5 ആയതുകൊണ്ട് എ റേസ് ടു 4 ഹോൾ റേസ് ടു 276 കോൺഗ്രുവൻറ്റ് ടു 1 റേസ് ടു 276 മോഡുലോ 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ റേസ് ടു 1104 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 5. സോ എ റേസ് ടു 1104 മൈനസ് 1 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. സിമിലർലി ജി സി ഡി ഓഫ് 13, എ ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഫെർമാസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എ റേസ് ടു 12 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 13 എന്ന് കിട്ടും. അതിൽ നിന്നും എ റേസ് ടു 12 ഹോൾ റേസ് ടു 92 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 റേസ് ടു 92 മോഡുലോ 13. ദാറ്റ് ഈസ് എ റേസ് ടു 1104 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 13. സോ എ റേസ് ടു 1104 മൈനസ് 1 13ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടും. ഇതുപോലെ ജി സി ഡി ഓഫ് 17, എ ഈക്വൽ ടു 1 ആയതുകൊണ്ട് എ റേസ് ടു 16 കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 17 എന്നും അതിൽ നിന്നും എ റേസ് ടു 1104 കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 17 എന്നും കിട്ടും. സോ എ റേസ് ടു 1104 മൈനസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 17. സോ എ റേസ് ടു 1104 മൈനസ് 1 എന്നുള്ള നമ്പർ 5ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്, 13ൻ്റെ മൾട്ടിപ്പിളാണ്, അതുപോലെ തന്നെ 17ൻ്റെയും മൾട്ടിപ്പിളാണ്. 5ഉം 13ഉം 17ഉം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് ഇതിൽ നിന്നും എ റേസ് ടു 1104 മൈനസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ഇൻറ്റു 13 ഇൻറ്റു 17 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ റേസ് ടു 1104 മൈനസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 1105, which implies a raised to 1104 congruent to 1 modulo 1105 for any positive integer a relatively prime to 1105. ഈ കോൺഗ്രുവൻസ് റിലേഷൻ്റെ രണ്ട് സൈഡും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ റേസ് ടു 1105 കോൺഗ്രുവൻറ്റ് ടു എ മോഡുലോ 1105 ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ എ റിലേറ്റീവ്ലി പ്രൈം ടു 1105 എന്ന് കിട്ടും. which implies 1105 is an absolute pseudo prime. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്.